ഞാൻ വന്ന വിഷയം എന്താണെന്ന് വെച്ചാലേ, ഇന്ന് വന്നൊരു എൻക്വയറിയാണ്. മലപ്പുറം ജില്ലയിലെ എടക്കര കരുളായി പൂക്കോടുംപാടം റൂട്ടില് 50 ലക്ഷം രൂപയ്ക്കുള്ളിലുള്ള വീട് ലോൺ സൗകര്യത്തോട് കൂടിയാണെങ്കിൽ വളരെ ബെറ്റർ. അതല്ല, നിങ്ങൾ ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലും ബെറ്റർ. പുതിയ വീടാണെങ്കിൽ അതിലും ബെറ്റർ. അങ്ങനത്തെ രണ്ട് ഭാഗത്ത് വേണം. ഇതേ 45-50 ലക്ഷം റുപ്യക്ക് എനിക്ക് എടക്കര കരുളായി അമരമരം പഞ്ചായത്തിലെ പൂക്കോടുംപാടം റൂട്ടില്. അതോടൊപ്പം വേറെ പാർട്ടിക്കാണ് വേണ്ടത് പാണ്ടിക്കാട് മേലാറ്റൂർ റൂട്ടില് 45-50 ലക്ഷം റുപ്യൻ്റെ ഉള്ളിലുള്ള വീട്. അപ്പോൾ ദോ ഗർ മുജെ ചായേ തോട അർജന്റ്, മനസ്സിലായോ? രണ്ട് വീട് വേണം, വളരെ വലിയ അർജന്റ് ആണ്. കാരണം ഏക് ഹഫ്തേക്ക് അന്തർ അഗർ മിൽ ജായേഗ തോ ഉത്തിന അച്ഛാ ഹൈ. ഒരൊറ്റ ആഴ്ചനുള്ളിൽ കിട്ടുകയാണെങ്കിൽ വളരെ ബെറ്റർ ആണ്. അപ്പോൾ കിസി കെ പാസ് ഹൈ തോ മുझे ഫോൺ കർണ. എന്റെ ലൈവിൽ ഇല്ലാത്ത ഒന്ന് രണ്ട് വീടിനെ കുറിച്ച് പറയാൻ പോകുന്നത്. ഞാൻ വീഡിയോ ചെയ്താണെങ്കിൽ അതൊക്കെ ഞാൻ കൊണ്ട് കാണിച്ചു കൊടുക്കും. വീഡിയോ ചെയ്തിട്ട് എന്റെ കസ്റ്റമറെ ഞാൻ വിടില്ലല്ലോ. കസ്റ്റമർ എനിക്ക് മേരാ സബൂൺ മേരാ ജീവൻ ഹേ, സംജേ? മേരാ സബൂൺ മേരാ ജിന്ദഗി ഹേ. അതുകൊണ്ട് എന്റെ ഓരോ കസ്റ്റമറും ഞാൻ വീഡിയോ ചെയ്ത് കണ്ടിട്ട് എന്നെ വിളിച്ച് എന്റെ അടുത്തേക്ക് വന്ന कोई भी कस्टमर होने दो, वो मेरा मेहमान है. मेरा कस्टमर मेरा जबून मेरा मेहमान है. അർത്ഥം എന്താ പറയുക? എന്റെ ഓരോ കസ്റ്റമർ എന്നെ വിളിച്ച് എന്റെ ഒപ്പം വരുന്ന, എന്റെ വീഡിയോ കണ്ടിട്ട് ലാൻഡ് എടുക്കാൻ വരുന്ന എന്റെ ഓരോ കസ്റ്റമറും മേരാ മെഹ്മാൻ. മെഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്റെ വിരുന്നുകാരനാണ്. ഓരോ മേരാ മെഹ്മാൻക്കു മൈ കൈസാ സമാലൂങ്കാ, मेरा मेहमान को मैं कैसा संभालेगा, ऐसा पूछता है ना. मेरा मेहमान को मैं बहुत अच्छे से संभालेगा. उसको उसका पूरा इज्जत करके उसको मैं लेकर के जाएगा. बाद में घर दिखाएगा, बाद में रिटर्न लाएगा, सब कुछ करते हैं. अगर उसको पसंद है तो उसको मैं घर दिला देगा, है ना. ऐसे जिंदगी ऐसी है ना बाबा. जिंदगी तो छोटी है. ये छोटी मोटी जिंदगी में हम गुस्सा क्यों करने का? क्या फायदा है हमको? कुछ फायदा है क्या? आपको कुछ मिलता है? अपने मोहम्मद अली भी है, अपने आप भी आया है. मोहम्मद अली साहब क्या हाल है? आपको सिद्दीक भी है, और कौन है? सलमा भी है. अपना सलमा देख रहा है अपना चैनल. सईद अनस देख रहा है. और क्या हाल है? आज अपना एक हिंदी वाला आया है, जुबैर बाबू का आज पागल हो गया लग रहा है ना. अभी हिंदी में बात कर रहे हैं. क्या यार जुबैर, तुम ऐसी कभी हिंदी बोलता है, कभी तमिल बोलता है, कभी मलयालम बोलता है. तुम पागल है क्या? ऐसा पूछने वाला भी है मुझे. जो पागल है उसको पागल कुत्ता काट देगा, ऐसा भी बोलता है ना. पैत्यमा, उनको पैत्यमा. एक मलयालम में जामजूम. अरे जामजूम अपना कहाँ के जामजूम वाला है? പടപ്പറമ്പ് പെരുന്തൽമണ്ണ റോഡ് സൈഡിൽ ഒരു എന്താണ്, മലയാളം നല്ലോണം പറയട്ടെ. അതായത് നിങ്ങള്, ഞാൻ ഹിന്ദി പറഞ്ഞിരുന്നത് മലയാളം എഴുതിരിക്കും. ജാംജൂം എടുത്ത ജാംജൂമാണ്. നമ്മളെ ഒരുപാട് സ്ഥലത്ത് ജാംജൂം ഉണ്ടെന്ന്. കേരളത്തില് ഫേമസ് ആയ ഒരു പേരാണ് ജാംജൂം. പടപ്പറമ്പ് പെരുന്തൽമണ്ണ റോഡ് സൈഡിൽ പൂക്കോട്ടൂർ ഭാഗത്ത് സ്ഥലം വിൽപ്പനക്ക് എന്ന് പറയുന്നത്. അപ്പോ 157 ഏക്കറോ എന്താ കുട്ടിയത്? 157 ഏക്കർ. 157 അല്ല, ഒരു പോയിന്റ് അതിന്റെ കിടക്കണ്ടല്ലോ അടിയില്. 1.57 സെന്റ് ഏക്കർ, അങ്ങനെ പറയാം. 157. ആ ഏക്കർ എന്നിടരുത്. കുഴപ്പമില്ല, സെന്റ് നിട്ടാലും മതി. 157 സെന്റ് നിട്ടാലും ഒരേക്കർ 57 സെന്റ് തന്നെയാണ് കേട്ടോ. മൊത്തമായിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. ആയിട്ട് മുറിച്ചു കൊടുക്കും, തോട്ടുകളായിട്ട് മുറിച്ചു കൊടുക്കും. നിങ്ങളെ നമ്പർ ഫേസ്ബുക്ക് തന്നെ കട്ട് ചെയ്തു. അതാണ് ഫേസ്ബുക്കിന്റെ പ്രത്യേകത. ജാംജൂം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. വീഡിയോ ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചോണ്ടി. നമ്മളിതിന് വീഡിയോ ചെയ്തിട്ടേ കൊടുക്കുവോ. നമ്മള് മെയിനായിട്ട് വീഡിയോ ചെയ്തിട്ടാണ് നമ്മൾ സെയിലിംഗ് നടത്താറുള്ളത്.
വീഡിയോ ചെയ്തത് അങ്ങനെ പോകുന്നുണ്ട്. ഒന്നാമത് റിയൽ എസ്റ്റേറ്റ് പൊതുവെ ഡിമ്മുണ്ട് പൊതുവെ, എന്നാലും നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ചില മാസങ്ങളൊക്കെ കഴിഞ്ഞ നമുക്ക് ഏറ്റവും റെക്കോർഡ് ബിസിനസ് ആയിരുന്നത് ഏത് മാസത്തിലാണ് എനിക്ക്? ജൂലൈ മാസത്തിലാണ്. 10 ലാൻഡാണ് ഞാൻ കച്ചവടം ചെയ്തത്. 10 ഒറ്റ മാസത്തില് റെക്കോർഡ്. ഈ വർഷത്തിലെ ടോപ്പ് മന്ത് പറയണമെങ്കിൽ അത് ജൂലൈ മാസമാണ്. अशरा सेल किया है, 10 प्रॉपर्टी सेल किया था. अगस्त में कमती है और नवंबर में भी कमती है. नवंबर में बड़ा एक किया है. नवंबर में बोले को तो बहुत बड़ा धंधा किया है बेंगलुरु में. और दिसंबर अभी हो रहा है. दिसंबर में अभी तक नहीं हुआ. पता नहीं, बहुत डाउन चल रहा है यार. रियल एस्टेट बहुत डाउन में चला है. हाँ, दिसंबर में एक किया है यार मंचेरी में. सॉरी, एक मंचेरी में हुआ है नवंबर में. अभी क्या है पता है, मालूम है आपको, पैसा अभी आदमी का बिल्कुल आजकल पैसा नहीं चलता है. बहुत डाउन चल रहा है पैसा का ना, समझा है. पैसा अभी आजकल रियल एस्टेट में ज्यादा करके कोई डिपॉजिट नहीं करते हैं. सच ही बोल रहा हूं मैं, उन्मदा சொல்றேன் நானு. புரியுதா உங்களுக்கு? ரியல் எஸ்டேட்ல வந்து யாருமே இன்வெஸ்ட் பண்ண மாட்டாங்க. ஏன்னா தெரிய மாட்டேங்குது. ஏன்னா மக்கள் கையில கேஷ் கிடையாதுப்பா. மக்கள்கிட்ட யாருமே கையில பைசே இல்ல. யார்கிட்ட பைசா கேட்டாலும் பைசா இருக்கா? இல்ல அப்படிதான் சொல்றாங்க. ஒண்ணுமே புரிய மாட்டேங்குது. நீங்க நினைக்கிறீங்க இந்த பைத்தியக்கார எங்க இருந்து இந்த மாதிரி எல்லாம் மொழி கத்துக்கிட்டேன் அப்படி நினைக்கிறீங்களா? தமிழ் நல்லா பேசுறான், ஹிந்தி நல்லா பேசுறான், மலையாளம் நல்லா பேசுறான். எங்க இருந்து இந்த மாதிரி எல்லாம் மொழி கத்துக்கிட்டேன் அப்படின்னு நினைக்கிறீங்களா? நம்ம நினைச்சா அது முடிச்சிருக்கும். புரிஞ்சுது உங்களுக்கு? எனக்கு வந்து தமிழ் படிக்கணும் கத்துக்கணுங்கிற ஆசை வந்துட்டேன்னா நான் வந்து கண்டிப்பா கத்துக்குவேன். யாரு எது சொன்னாலும் தான் இந்த காதல் கேட்டு இந்த காதலை விட்டுடுவேன். புரியுது உங்களுக்கு? இப்படிதான் நம்ம வந்து தமிழ் மொழிக்கு வந்து ஒரு 5000 வருஷம் பழக்கம் இருக்கு. தெரியுதா உங்களுக்கு? அதுக்கு பின்னாடிதான் எல்லா மொழியும் வந்திருக்கு. மலையாளம் மொழிக்கு அந்த அளவுக்கு பழக்கம் கிடையாது. இந்த இந்தியாவிலே ரொம்ப பழக்கல மொழி வந்து அது தமிழ் மட்டும்தான். அதுக்கு பிறகுதான் எல்லா மொழியும் வந்திருக்கு. இந்த தமிழ் மொழி வந்து எல்லா பாஷாவிலும் இருக்கு. புரிஞ்சது உங்களுக்கு? எல்லா பாஷையிலும் வந்து தமிழ் மொழி இருக்கு. மீண்டும் சந்திப்போம். வணக்கம்.